ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഈ ഒരു വ്ളോഗിന് നല്ലൊരു ഇൻട്രോ തരണമെന്ന് ഞാൻ വിചാരിച്ചാണ്. ഭയങ്കര പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗാണ് ഇത്. ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു വ്ളോഗാണിത്. പക്ഷേ എനിക്ക് നല്ലൊരു തിരക്കാണ് കഴിഞ്ഞ ഒരാഴ്ച തൊട്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കിച്ചണിൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഒരു കുട്ടി കിച്ചണാണ്. അത് നിങ്ങൾ എൻ്റെ കിച്ചൺ ടൂർ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ആ ഒരു കിച്ചണിൽ എനിക്കൊരു ലിമിറ്റഡ് സ്പേസ് തന്നെയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് എവിടെ വെക്കാൻ പറ്റും എന്നുള്ള, അല്ലെങ്കിൽ എന്ത് മാറ്റി വെച്ചിട്ട് വേണം ഞാൻ ഇന്നത് വാങ്ങിക്കാൻ എന്നുള്ളത്. കാരണം ഒരു പക്ഷേ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ മാറ്റി വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ വല്ല അസോസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളാണ് എൻ്റെ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതല്ലാതെ കൂടുതലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ തവണ ഒരു എന്ത് വന്നാലും ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും എനിക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഉള്ളത് ഒരു ഇഷ്ടത്തോടു കൂടി ഞാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. നല്ലൊരു ഇൻട്രോ തരണമെന്നുണ്ടായിരുന്നു. നല്ല വേഷത്തിൽ നല്ല രീതിയിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോലം. ഇത് ഒരു വീക്കെൻഡ് കോലമാണ്. അപ്പം നമുക്കിനി വ്ളോഗ് കാണാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ കൂടുതലും നിങ്ങൾ ആവശ്യപ്പെട്ട റിക്വസ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ കിച്ചൺ ടൂറിൽ നിങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ കണ്ട സംഭവങ്ങൾ അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ച് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ കമൻറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്, ആരാണ് എനിക്ക് അയച്ചത് എന്നൊക്കെയുള്ളൊരു ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒന്നാമത്തെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും നിങ്ങളുടെ ആ ഒരു പേരും അല്ലെങ്കിലൊക്കെ എടുത്ത് പറഞ്ഞ് ചെയ്യണം എന്ന് വിചാരിച്ചൊരു വ്ളോഗായിരുന്നു. സോ സോറി. നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും മറക്കാതെ അത് ചെയ്യാം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പറയുക. അതിനൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് ഞാനും നിമിയും. ഞങ്ങൾ 2 പേരും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എന്ത് വന്നാലും ഞങ്ങളുടെ 2 പേരുടെ ID ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്ന ഈ വ്ളോഗ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. കുറച്ച് പേര് മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ഈ കോർണറിലത്തെ സംഭവം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എവിടെ നിന്നൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ ആ ഒരു ജാറ് ഞാൻ ഐക്കിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരേ ഒരു ഷോപ്പിൽ നിന്നാണ്, മീസോൺ ജിമോൻ എന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദുബായിലൊരെണ്ണമുണ്ട്. ഷോപ്പ് ആക്ച്വലി ആ ഒരു സ്റ്റോർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇത്തരം കുട്ടി സംഭവങ്ങളൊക്കെ നമ്മൾ സെയിലിനൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പ്രൈസിന് കിട്ടും കേട്ടോ. അങ്ങനെ തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെയും ഒരു ഫേവറേറ്റ് കോർണർ തന്നെയാണ്. 1-2 പേര് എന്നോട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ആക്ച്വലി ഇതൊരു ചെടി വയ്ക്കാൻ പറ്റിയ ഒരു പോട്ടാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ അത് വേറെ രീതിയിൽ എൻ്റെ കിച്ചണിലോട്ട് എത്തിക്കണം എന്ന് കരുതി. ഇത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇതെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആക്ച്വലി ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. വേറെ ഒരു കുറച്ചും കൂടി വലുതായിട്ടുള്ളത് ഐക്കിന്ന് വാങ്ങിച്ചത്. ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉമ്മാക്കെടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ദാ വരുന്നു ഭയങ്കര ക്രിയേറ്റിവിറ്റി, കിച്ചണിൽ കയറുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യം വന്നു. അങ്ങനെ ഞാൻ പ്രൈമിൽ നിന്നാണ് വാങ്ങിച്ചത്, ആമസോൺ പ്രൈമിൽ നിന്ന്. നല്ല ഒരു കുട്ടി പ്രൈസിന് കിട്ടി എനിക്ക്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു. ഇത് ആക്ച്വലി ഒരു പോട്ടാണ് ചെടി വയ്ക്കാനുള്ളത്. പക്ഷേ ഞാനത് ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. ഈ ഒരു വ്ളോഗിന് മെയിൻ റീസൺ ഇത് തന്നെയാണ്. എൻ്റെ കപ്പുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡെയിലി ഒരു ചായം കൊണ്ട് വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് ഇതിന് ഒരു വ്ളോഗ് ആക്കാമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഒക്കെ സെറ്റ് ഉണ്ടാകും, അറ്റ്ലീസ്റ്റ് ഒരു 4 എണ്ണമെങ്കിലും ഉണ്ടാകുമെന്നുള്ളത്. എന്നാലില്ല, ഈ കണ്ടത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ഓരോന്നായിട്ട് അല്ലെങ്കിൽ 2ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അത്ര മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഡെയിലി മാറ്റി കുടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുതുമ കിട്ടാനാണ്. ഭയങ്കര രസമാണ്. നമ്മൾ കുടിച്ച കപ്പിൽ തന്നെ ഡെയിലി കുടിക്കുമ്പോൾ സംഭവം ഒരു കുഴപ്പമില്ല, എങ്കിലും ഒരു മാറ്റം കിട്ടുമ്പോഴുണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു പ്രത്യേക രസം തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ എവിടെയെങ്കിലും ഒരെണ്ണം പൊട്ടലോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ ഞാനത് വേറൊരു മഗ്ഗായിട്ട് മാറ്റും, കപ്പായിട്ടൊക്കെ മാറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ ഇത്രയും ഒരു കളക്ഷനിലോട്ട് എത്തിയത്.
പല പല ഷോപ്പുകളിൽ നിന്നാണ്, ഇത് നാട്ടിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് എന്താ പഴമ അല്ലെങ്കിൽ എന്നത് പലതും ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഇന്നത് ഓർമ്മ വരുന്നു. ഈ ഒരു സംഭവം പറഞ്ഞാൽ എനിക്ക് നാട്ടിലൊരു പണ്ടത്തെ ഒരു ഓർമ്മയൊക്കെ വരും. പണ്ടത്തെ പാത്രങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വലിയൊരു ചായ കുടിക്കണം എന്ന് തോന്നുമ്പോൾ അതിന് പറ്റിയൊരു വലിയ കപ്പ് വാങ്ങിക്കും. അതുപോലെ തന്നെ ഒരു കട്ടൻ ചായ നാട്ടിലത്തെ മാതിരി ആ ഒരു ചില്ല് ഗ്ലാസ്സിൽ കുടിക്കാനുള്ള ഒരു ഫീൽ തോന്നുമ്പോൾ അതിന് പറ്റിയൊരു കപ്പ്. അപ്പോൾ എല്ലാ കപ്പും ആക്ച്വലി അതിൻ്റേതായൊരു റോൾ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ സൂപ്പ് കുടിക്കാൻ വേണ്ടി ഉള്ള ആ ഒരു മഗ്ഗോ കപ്പോ എന്ത് വേണമെങ്കിലും പറയാം, അതിനും ഞാൻ ഇടയ്ക്ക് പോയി ചായ കുടിക്കും. എനിക്ക് ഭയങ്കര ചായ കൊതി വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ചില വട്ടുകളൊക്കെ എനിക്കുണ്ട്. ഈ വീട്ടിലോട്ട് വേണ്ടി പർച്ചേസ് ചെയ്ത ആദ്യത്തെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് സാധനം വാങ്ങിക്കില്ല, പക്ഷെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങിക്കും. കാരണം എപ്പോഴും മാറ്റാനും മറിക്കാനൊന്നും പറ്റില്ല നമുക്ക്. അപ്പോൾ ഇത് ഒരു നല്ലൊരു സെറ്റാണ്, ടെഫാലിൻ്റെ ആണ്. അപ്പോൾ ഒരു 4 എണ്ണം അതിൻ്റെ ഒരു പിടി. അപ്പോൾ നമുക്ക് ആ പിടിയൊക്കെ റിമൂവ് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് അന്ന് വാങ്ങിച്ചത്. ഞാൻ ഇന്നും നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അതിൻ്റെ ക്വാളിറ്റി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിക്കാൻ മെയിൻ കാരണം. അപ്പോൾ ഇത് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലാകാലം എടുക്കാനും യൂസ് ചെയ്യാനും പറ്റും. അതിൻ്റേതായൊരു ഗുണമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈയിടെ വാങ്ങിച്ചൊരു പാനാണ് ഞാനും ഉമ്മയും. ഇത് 70 യൂറോയുടെ ഒരു സംഭവം ഞങ്ങൾക്ക് വളരെ സെയിലായിട്ട് കിട്ടി. 18 യൂറോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സൂപ്പർ ക്വാളിറ്റിയാണ്. കല്ലാണിത് ആക്ച്വലി. അപ്പോൾ എണ്ണ ഒന്നും വേണ്ട. അതായത് നിങ്ങളിപ്പോൾ ഒരു മീൻ പൊരിക്കുകയാണെങ്കിൽ ആ മീനിൻ്റെ എണ്ണ തന്നെ വലിച്ചെടുത്തോളും. അത്രയും നല്ല ഒരു സംഭവമാണ്. ഞാനിതിൽ എന്ത് ചെയ്തിട്ടും ഒന്നും പിടിക്കണില്ല. ഒരു എണ്ണ എന്ന് പറയുന്ന അംശം ആദ്യത്തെ വട്ടം യൂസ് ചെയ്യുമ്പോൾ മാത്രം മതി, പിന്നെ അത് വേണ്ടേ വേണ്ട. ഇൻ കേസ് ഞാൻ ഇതിൻ്റെ ഷോപ്പൊന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഇതൊന്നും ദുബായിൽ ചിലപ്പോൾ കാണില്ല, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. അതല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാം എവിടെ നിന്നാണ് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത വാങ്ങിച്ച് ഞാൻ ഡിഷ് എന്ന് പറയുന്നത് ഇതും എനിക്ക് വളരെ ഉപകരിച്ച ഒരു സംഭവമാണ്, ഉപകാരമുള്ളൊരു സംഭവമാണ്. ഐക്കിൽ നിന്ന് വാങ്ങിയാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 45 യൂറോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ചൂടാവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് കരി പിടിക്കും. ഇടയ്ക്കൊന്ന് നോക്കണം. പക്ഷേ ഇതിൽ നിന്നൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതി, ധാരാളം. ഒരു ബിരിയാണി ഉണ്ടാക്കണം, അടിപൊളി, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് ഐക്കിൽ നിന്ന് കിട്ടും. നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കൊണ്ടുവരേണ്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ കുക്കർ തന്നെയാണ്. കുക്കർ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ്, ഈ ഒരു ഷേപ്പാണ് ഏറ്റവും നല്ലത്. എനിക്ക് റൗണ്ടിനേക്കാളും എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ഇതാണ്. കാരണം തെറിക്കുന്നില്ല അധികം എന്നെ സംബന്ധിച്ച്. ഉണ്ടയിൽ നിന്ന് നമ്മൾ വെള്ളമൊക്കെ അവിടെ ഇവിടെയും തെറിച്ചൊരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അതുപോലെ തന്നെ ഈ ഒരു മൺകലങ്ങൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് പൊന്ന് പോലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറുതിലാണ് ഞാൻ തൈര് കറി, അങ്ങനെ തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്, പച്ചക്കറി ഐറ്റംസൊക്കെ. മറ്റേതിൽ ഞാൻ ഫിഷ് കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഓരോന്നിനും എനിക്ക് അതിൻ്റേതായൊരു ഡിഷുകളുണ്ട്, എന്നാലും എനിക്കൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റൊക്കെ എനിക്കുണ്ട്. വോക്കിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആ ഒരു വൈഡായിട്ടുള്ള ഒരു തന്നെ നമുക്ക് ഒരുപാട് ഉപകരിക്കും. ഞാനിതിൽ ഒരുപാട് സംഭവം ചെയ്യും. ന്യൂഡിൽസും അതുപോലെ തന്നെ ഗീ റൈസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സംഭവം വോക്ക് തന്നെയാണ്. അതുപോലെ ചിക്കൻ കറി, ഈവൻ ബിരിയാണി വരെ ഞാനിതിലുണ്ടാക്കും. കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. മസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു വേണ്ട ഒരു സംഭവമാണെന്ന്. നേരത്തെ ഞാനൊരു പാൻ കാണിച്ചില്ല, ഒരു കല്ലിൻ്റെ, അതേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു സംഭവം തന്നെയാണ് ഇതും സെയിം തന്നെയാണ്. ഒരു കല്ല് തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും, നല്ല ക്വാളിറ്റി ആണ്. എണ്ണ എന്ന് പറയുന്ന സംഭവം ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എണ്ണമയം ഉണ്ടാകും. അതായത് ഏത് സംഭവമാണ്, നമ്മൾ ചിക്കൻ ആണെങ്കിൽ ആ ചിക്കൻ്റെ എണ്ണ മാത്രം എടുത്തിട്ടുള്ളൊരിത്. അപ്പം നല്ലൊരു ക്വാളിറ്റി, എക്സ്പെൻസീവ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ കാലാകാലമായിട്ട് യൂസ് ചെയ്യുന്നു. അടിപൊളി സാധനമാണ്. എൻ്റെ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ ഇതാണ്. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയാണ്. എനിക്ക് തോന്നുന്നു പ്രസ്റ്റീജ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ഒരു കുക്കർ വാങ്ങിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് പർച്ചേസ് ചെയ്തതോ ആണ്.
അങ്ങനെ ഒരു ഓർമ്മയേ ഉള്ളൂ മാത്രം കേട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത്. അതുപോലെ തന്നെ പാത്രങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പാത്രങ്ങളിൽ എനിക്ക് ഒരുപാടൊന്നുമില്ല. പക്ഷേ ഇത്തരം കളറിലൊക്കെ ഞാൻ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ മെയിൻ ഞാൻ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടായിരിക്കാം. അതിൽ എന്തെങ്കിലും ഒരു ഡിഷ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ചിന്തിക്കും ഇതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും, ഈ കളർ എടുത്ത് കാണിക്കുമോ. അപ്പോൾ അങ്ങനെയാണ്. അതല്ലാതെ എൻ്റെ കയ്യിൽ വൈറ്റും ചാരനിറവും ഉണ്ട്. അത് ഞാൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ പിന്നീട് ഇടാം. അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് കട്ടിംഗ് ബോർഡ്, ഇത് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു പല സമയത്തും. നല്ല രസമുണ്ടല്ലോ, ക്യാസ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇത് എന്താ കട്ട് ചെയ്യുന്നതോറും ഇതിൻ്റെ പഴമ കൂടുന്നതോറും എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടം കൂടുവാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് കത്തികളൊന്നുമില്ല. എൻ്റെ ഫേവറേറ്റ് ആയ ഈ 3 കത്തികളാണ്. 3 ടൈപ്പാണ്. ഒരു ലുക്കില്ലാത്ത സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു സംഭവം മലപ്പുറം കത്തി ലുക്കില്ലേ, അതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് ചെറിയ ഉള്ളി തൊട്ട് മീൻ വരെ ഞാൻ ഇത് വെച്ച് കട്ട് ചെയ്യും. എൻ്റെ ഫേവറേറ്റ് ആണ്. നാട്ടിൽ നിന്ന് ഞാനിത് സെലക്ട് ചെയ്തപ്പോൾ എനിക്കറിയായിരുന്നു ഇത് എന്താണെന്നൊരു ദിവസം ഒരു ഫോട്ടോയിലെങ്കിലും ഞാനിത് വെക്കുമെന്നുള്ളത്. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ ഇതൊന്നും പറയണ്ടല്ലോ, ഇത് വേണമെങ്കിൽ അത്യാവശ്യം നല്ല സേഫ്റ്റി ഉള്ളൊരു കത്തിയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഒറ്റയ്ക്ക് ജയിക്കാൻ പേടിയുണ്ടോ. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് പേടിയില്ലാത്തതെന്ന്. അപ്പോൾ അത്യാവശ്യം ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും ഓർഗനൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന കുട്ടി അറേഞ്ച്മെൻറ്റ് പോട്ടുകളാണ് ഇതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്നില്ല. വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് ആ ഒരു പാത്രം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 3 ചോദ്യം ചോദിക്കും. ഇതെനിക്ക് എവിടെ വയ്ക്കാൻ പറ്റും, ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇത് എത്ര നാൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത്. ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാലാകാലം ഉണ്ടാകുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കയ്യിൽ ഒരുപാട് പാത്രം ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി കുറച്ചുണ്ടായാൽ നമുക്ക് കുക്ക് ചെയ്യാൻ ഈസിയാണ്, നമുക്കൊരു സാധനം എടുക്കാൻ ഈസിയാണ്, ഓർഗനൈസേഷൻ ഈസിയാണ്, അതുപോലെ തന്നെ ക്ലീനിങ് അതിലേറെ ഈസിയാണ്. ഇതാണ് എൻ്റെ പോളിസി. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ അഡ്വൈസ് ചെയ്യാനൊന്നുമില്ല. ഇതിലേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകരിച്ചെങ്കിൽ അതിലെനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്നെന്നും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ അമർത്താനും മറക്കരുത്. അപ്പോൾ ഈ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം നമുക്ക്. അതുവരെ സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ. ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. അവിടെയും ഇതുപോലെ ഞങ്ങൾ സ്റ്റോറീസിൽ കുറച്ച് ടിപ്സൊക്കെ തരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അത്യാവശ്യം ലൈഫ് റുട്ടീനും കാണിക്കാറുണ്ട്. അപ്പോൾ സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ.